ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഇൻസ്പയറിൻ്റെ LP, UP, PYQ സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മലയാള ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യം ക്വസ്റ്റ്യൻസിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉത്തരം ഗസ് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടോ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, നല്ല ഭാഷാ ക്ലാസ് അധ്യാപികയുടെ സവിശേഷതകൾക്ക് യോജിക്കാത്തതേത്? അപ്പോൾ മലയാള ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കഴിവുകളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കഴിവുകളിൽ ഉൾപ്പെടാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, കുട്ടികൾ തയ്യാറാക്കിയത് മെച്ചപ്പെടുത്താൻ മാർഗനിർദ്ദേശം നൽകൽ അഥവാ സ്കാഫോൾഡിങ്, കൈത്താങ്. അത് ഏതൊരു അധ്യാപകൻ ചെയ്യുന്നത് പോലെയും ഒരു ഭാഷാധ്യാപകനും ചെയ്യേണ്ട കാര്യമാണ്. ദെൻ കുട്ടികളുമായി നന്നായി ഇടപഴകൽ, പണ്ടത്തതുപോലെയല്ല, ഇപ്പോൾ കുട്ടി അറിവ് നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് ക്ലാസ് മുറിയിൽ നടക്കുന്നത്. സോ അത് നന്നായിട്ട് നടക്കണമെങ്കിൽ അധ്യാപകൻ ഒരു ഫെസിലിറ്റേറ്ററിനെ പോലെ, ഒരു മാർഗദർശിയെ പോലെ കൂടെ നിന്ന് കുട്ടികൾക്ക് കൈത്താങ്ങ് നൽകുന്ന ഒരാളെ പോലെ നിൽക്കണം. അപ്പോൾ കുട്ടികളുമായിട്ട് നന്നായിട്ട് ഒരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അത് അധ്യാപകൻ ഉണ്ടാകേണ്ടതാണ്. ദെൻ അഭിനയം, ചിത്രം വര, ആലാപനം എന്നിങ്ങനെയുള്ള കഴിവ്. ഇപ്പോൾ നമ്മൾ ലാംഗ്വേജാണ് എടുക്കുന്നത്. ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് അതിൽ ഡ്രാമേഴ്സ് വരും, പോംസ് വരും, അല്ലെ കവിതകൾ വരും, നാടകങ്ങൾ വരും, കഥകൾ വരും. അപ്പോൾ അതെല്ലാം ക്ലാസ് മുറിയിൽ ഫലപ്രദമായിട്ട് നമ്മൾ അവതരിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവതരിപ്പിക്കാൻ ഈ പറയപ്പെട്ട കാര്യങ്ങൾ സഹായിക്കും. അഭിനയം, നമ്മുടെ ആലാപന ശൈലിയൊക്കെ അതിന് സഹായിക്കും. സോ ഈ ഒരു കഴിവുണ്ടാകുന്നത് എപ്പോഴും ഒരു പ്ലസ് ആണ്. സോ നമുക്കത് അധ്യാപികയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ദെൻ ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ, ക്ലാസ് മുറിയിൽ കർശന അച്ചടക്കം ഉറപ്പാക്കൽ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുറി ശിശു കേന്ദ്രീകൃത ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിയിൽ കർശനമായ അച്ചടക്കം എന്നുള്ള സംഗതിയില്ല. കുട്ടിയിൽ അച്ചടക്കം കൊണ്ടുവരണം, പക്ഷേ അത് കുട്ടികളോടൊപ്പം ചേർന്ന് നിന്ന് അവർ തന്നെ അറിയാത്ത രീതിയിൽ ഒരു അച്ചടക്കം കൊണ്ടുവരിക എന്നുള്ളൊരു പ്രക്രിയയാണ്. കർശനമായ അച്ചടക്കമല്ല, അച്ചടക്കരഹിതമെന്നല്ല, അച്ചടക്കം വേണം, പക്ഷേ ആദർശവാദികൾ പറയുന്നത് പോലുള്ള കർശനമായ അച്ചടക്കം എന്നുള്ളത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ദെൻ രണ്ടാമത്തെ ചോദ്യം, രചനാന്തരണ പ്രജനന വ്യാകരണം, പ്രജനന എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ പ്രജനക വ്യാകരണം ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രജ്ഞനാര്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. താഴെ തന്നിരിക്കുന്നതിൽ ഭാഷാശാസ്ത്രജ്ഞൻ എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ ഓപ്ഷൻ ബി നോം ചോംസ്കിയാണ്, അല്ലേ? അത് നോം ചോംസ്കിയാണ്. വൈഗോട്സ്കി, ബ്രൂണർ, പിയാഷെ ഇവരെല്ലാവരും മനഃശാസ്ത്രജ്ഞരാണ്, വൈജ്ഞാനികവാദികളാണ്, അല്ലെങ്കിൽ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ ആളുകളാണ്. അവർ ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു വ്യാകരണം എന്ന തലത്തിലേക്കുള്ള വിശദമായിട്ടുള്ള ചർച്ചകളിലേക്കൊന്നും അവർ കടന്നിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോമൺ സെൻസ് വെച്ച് നോം ചോംസ്കി ഉത്തരമായിട്ട് പറയാം. സോ നമ്മുടെ ഉത്തരം നോം ചോംസ്കിയാണ്. രചനാന്തരണ പ്രജനക വ്യാകരണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ ഉള്ളിൽ ഏതൊരു ഭാഷയും സ്വീകരിക്കാൻ പറ്റുന്നത്ര ഒരു ഡിവൈസ് ഇരിപ്പുണ്ട്. അത് ലാഡാണ്, ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ്. ലാംഗ്വേജ്, ഭാഷയെ സ്വായത്തമാക്കുന്ന ഉപകരണം. ആ ഉപകരണത്തിലൂടെ നടക്കുന്ന പ്രോസസ്സാണ് രചനാന്തരണ പ്രജനക വ്യാകരണം. ആ പ്രക്രിയ, ഈ ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഭാഷകൾ മനസ്സിലാക്കി എടുക്കുന്നത്. സാർവത്രിക ഭാഷാ വ്യാകരണം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് നോം ചോംസ്കിയാണ്. അപ്പോൾ ഈ നോം ചോംസ്കിയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ 1-2 ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാൻ കഴിയും. സോ നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം,
നാറാണത്തു ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? വളരെ സിമ്പിളാണ്. നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത പഠിക്കുന്ന സമയത്ത് അതൊരു നാടക രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നാടകീകരണമായിരിക്കും, അല്ലെങ്കിൽ ക്രീഡാരീതിയായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മളൊരു ഒരു വ്യക്തിയുടെ ജീവിത സംഭവങ്ങളെ എടുത്തു വെച്ച് ആവിഷ്കരിക്കുമ്പോൾ നമ്മതിനെ റോൾ പ്ലേ മെത്തേഡ് എന്നൊക്കെ പറയും. സോ ക്രീഡാരീതി, ഓപ്ഷൻ ബി ക്രീഡാരീതിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം മറ്റ് പഠന ബോധന രീതികളൊക്കെയാണ്. ഹ്യൂറിസ്റ്റിക് സമ്പ്രദായം നിങ്ങൾക്കറിയാം, വളരെയധികം കുട്ടികളെ അറിവ് കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഹ്യൂറിസ്റ്റിക് സമ്പ്രദായം എന്ന് പറയുന്നത്. അത് എഡ്വേർഡ് ആംസ്ട്രോങ് ആണ് അതിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആൾ. ദെൻ ആഗമന നിഗമന രീതി, ഉദാഹരണം കാണിച്ചിട്ട് ആശയത്തിലേക്ക് പോകുന്നത് ആഗമനം, ആശയം പറഞ്ഞതിന് ശേഷം ഉദാഹരണത്തിലേക്ക് പോകുന്നത് നിഗമനം, അല്ലേ? ആഗമനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഉദാഹരണം പറയുന്നു, പിന്നീട് ആശയത്തിലേക്ക് പോകുന്നു. അത് ശിശു കേന്ദ്രീകൃതമാണ്. ആഗമനം ശിശു കേന്ദ്രീകൃതമാണ്. നിഗമനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആശയം പറയുന്നു, ദെൻ നമ്മൾ ഉദാഹരണത്തിലേക്ക് പോകുന്നു. അത് അധ്യാപക കേന്ദ്രീകൃത രീതിയാണ്. ദെൻ ഡാൽട്ടൺ പദ്ധതി എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദെൻ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത്? ഇപ്പോൾ ഭാഷാപര ബുദ്ധി, നിങ്ങൾ ബഹുമുഖ ബുദ്ധി പഠിച്ചിട്ടുണ്ടാകും. അതിൽ ഭാഷാപര ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെ, വേർബൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് ആണ് എന്നാണ് ചോദ്യം. പ്രഭാഷണം ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലേ? ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നു. സെമിനാർ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഭിമുഖം ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്രാഫ് അത് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ദൃശ്യ സ്ഥലപര ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏതു വിലയിരുത്തലിൻ്റെ ഭാഗമായാണ്? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട്, അവരുടെ പ്രക്രിയകൾ, അതെല്ലാം ഒരു ഫയൽ രൂപത്തിൽ നമ്മൾ സൂക്ഷിക്കുകയാണ്, അല്ലേ? സൂക്ഷിച്ച് അതിനെ വിലയിരുത്തുന്നതിനാണ് പോർട്ട്ഫോളിയോ വിലയിരുത്തൽ എന്ന് പറയുന്നത്. സോ ഇത് നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമാണോ, അതോ വാർഷിക വിലയിരുത്തലിൻ്റെ ഭാഗമാണോ, ടേം വിലയിരുത്തലിൻ്റെ ഭാഗമാണോ, അതോ ഇതെല്ലാം കൂടി വരുന്നതാണോ? ഇത് നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെ? നമ്മുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. സോ ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. വാർഷിക വിലയിരുത്തലിലും ടേം വിലയിരുത്തലിലൊക്കെ നമ്മൾ സാധാരണ നടത്തുന്ന എക്സാം, റിട്ടൺ അല്ലെങ്കിൽ ഓറൽ എക്സാംസ് ആണ് നടത്താറ്. ദെൻ അടുത്ത ചോദ്യം, വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം. വിഷയങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ഗ്രഥിത സമീപനമാണ്. ഉദ്ഗ്രഥിത സമീപനം, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. എ പരിസര പഠന സമീപനം എന്ന് പറഞ്ഞാൽ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ ഗണിത സമീപനം, അതൊക്കെ അവർ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ഇട്ടേന്നുള്ളൂ. നമുക്ക് ഭാഷാപരമായിട്ട് വരുമ്പോൾ ഉദ്ഗ്രഥിത സമീപനമാണ് കൂടുതൽ ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. അഥവാ പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിൽ ഇന്ന സബ്ജക്റ്റ് ഒരു വിഷയാധിഷ്ഠിതമായിട്ടല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു കണ്ടന്റ് കുട്ടികളിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാ വിജ്ഞാന ശാഖകളും കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ജീവിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അതിൽ ശാസ്ത്രം വരുന്നു, ജീവിയുമായി ബന്ധപ്പെട്ട കഥ വരുന്നു, ഭാഷ വരുന്നു, മറ്റു പല കാര്യങ്ങളും വരുന്നു. സോ അത് ഉദ്ഗ്രഥിത സമീപനമാണ്. അടുത്ത ചോദ്യം, ദൈനംദിനാസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്റ്റീവ് നോട്ട് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നോട്ട് എന്നൊക്കെ നമ്മൾ പറയും എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്ത് എന്നാണ്. അപ്പോൾ നമ്മൾ റിഫ്ലക്റ്റീവ് നോട്ടിൽ നമ്മൾ സാധാരണ എന്താണ് എഴുതുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ കുട്ടികളുടെ റിപ്ലൈ അല്ല, അത് പ്രതികരണ പേജിലാണ് നമ്മൾ എഴുതുക. പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് നമ്മൾ എഴുതുന്നത് ക്ലാസ് എടുത്തതിന് ശേഷം ആ ക്ലാസ് മുറിയിൽ നിന്ന് നമുക്ക് അഥവാ അധ്യാപകന് മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്, അല്ലേ? സോ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ ബി, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകളാണ് എഴുതുന്നത്.
ഓപ്ഷൻ ഡിയിലേക്ക് പോകരുത്. അത് പ്രതികരണക്കുറിപ്പ് അല്ലെങ്കിൽ പ്രതികരണം എന്ന ഭാഗത്താണ് നമ്മൾ കുട്ടികളുടെ റെസ്പോൺസ് എഴുതാറ്. അടുത്ത ചോദ്യം, പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തതേത്? ഇപ്പം നിലവിൽ പാഠ്യപദ്ധതി സമീപനത്തിൽ ഉൾപ്പെടുത്താത്തത് ഏതെന്ന് ചിന്തിക്കുക. ഇതൊക്കെ വളരെ എളുപ്പം കിട്ടുന്ന ചോദ്യമാണ്. ഓപ്ഷൻ എ പ്രവർത്തനാധിഷ്ഠിതം, നമ്മൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്, സോ അത് വരില്ല. ദെൻ പഠനം ഉറപ്പാക്കുന്നത്, അതെ കുട്ടികൾക്ക് പഠനം ഉറപ്പാക്കുന്നതിന് വേണ്ടി തന്നെയല്ലേ നമ്മൾ പഠിപ്പിക്കുക. ദെൻ പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത്. എപ്പോഴും പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒരു ആക്ടിവിറ്റി കൊടുക്കണം, കുട്ടികൾക്ക് പഠനം എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം, അതേപോലെ കുറേ പഠന നേട്ടങ്ങൾ അല്ലേ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും, അതൊക്കെ കുട്ടിയിൽ എത്തുന്ന തരത്തിലുള്ളതായിരിക്കണം പാഠ്യപദ്ധതി. ഒരിക്കലും അധ്യാപക കേന്ദ്രീകൃതം ആകാൻ പാടില്ല, അധ്യാപകൻ്റെ താല്പര്യപ്രകാരം ഉള്ളത് ആകാൻ പാടില്ല, ശിശു കേന്ദ്രീകൃതമായിരിക്കണം, ശിശുവിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായത് ആയിരിക്കണം. ദെൻ അടുത്ത ചോദ്യം, മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണമുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത്? അത് നമ്മൾ ആദ്യം പറഞ്ഞതേ ഉള്ളൂ, നോം ചോംസ്കിയാണ്. ഓപ്ഷൻ ഡി നോം ചോംസ്കിയാണ് നമ്മുടെ ഉത്തരം വരുന്നത്. സോ നമ്മൾ മലയാളം പെഡഗോജിയിലെ PYQ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചുക. ഇതനുസരിച്ച് നിങ്ങളുടെ പഠനം ക്രമീകരിക്കുക. LP UP സിലബസ് പ്രകാരമുള്ള മറ്റു PYQ നമ്മൾ പ്രധാനമായിട്ടും സൈക്കോളജി, പെഡഗോജി, ഇംഗ്ലീഷ് ഗ്രാമറാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും.